സജി വർഗീസാണ് എസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. ആ സുഹൃത്തുക്കള് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവർ തിരിച്ചു വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഓൺലൈനിലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലുന്നവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഓൺലൈനിലെ പോസ്റ്റ് ഓഫീസിലെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. കുറച്ച് സുഹൃത്തുക്കൾക്കെങ്കിലും ഇത് അറിയാമായിരിക്കും, എന്നാൽ പുതുതായിട്ട് വന്ന സുഹൃത്തുക്കൾക്കും ഒപ്പം അറിയാത്ത സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. 2-3 ആപ്ലിക്കേഷൻ ഉണ്ട്, എന്നാലും എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ഫുള്ളായിട്ട് ഹീബ്രുവിലാണുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത്, അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ആ ഒരു സ്റ്റെപ്പ് അതേപടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം തന്നെ എങ്ങനെയാണ് അവിടെ ചെന്ന് പ്രിന്റ് ചെയ്യണം എന്നുള്ളതും ഞാൻ ഈ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. സ്റ്റോറിൽ പോയിട്ട് ഇസ്രായേൽ പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എംബ്ലത്തോടു കൂടി ഒരു വേഷം കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇസ്രായേൽ പോസ്റ്റിന്റെ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ പരിധിക്കുള്ളിൽ എത്ര പോസ്റ്റ് ഓഫീസുകൾ എത്ര കിലോമീറ്ററിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാം ഹീബ്രു ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് 8 ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഈ കാണുന്ന ഈ റെഡ് ചിഹ്നത്തിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ, അല്ലാതെ ഒരു ലെറ്റർ പേഡിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്രകാരം ഒരു സെക്കൻഡ് ഓപ്ഷനിൽ ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളുടെ വിവരങ്ങൾ കാണുന്ന ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ പരിധിക്ക് ഏറ്റവും അടുത്തുള്ളത്. അതിനുശേഷം അതിൽ നിന്ന് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും, ഏതാണ് സ്ട്രീറ്റ് നമ്പർ. അത് വെച്ച് നമുക്ക് ഇവിടെ ഇപ്പോൾ 50 ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ട്, നമുക്ക് ഓരോ അഡ്രസ്സും ഇവിടെ കാണാം. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇത്തരത്തിൽ ഒരു ബോക്സ് പോലെ ഉണ്ട് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് തെറ്റായിട്ട് ആണ് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ ചുമന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലോട്ട് പോകും. പിന്നെയും നമ്മൾ ഒന്നുകൂടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു ഇതിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ സെലക്ട് ചെയ്ത് ഈ ഒരു ലെറ്റർ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടിടത്തും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. ചില ഫോണുകളിൽ മൊബൈൽ നമ്പർ ഓപ്പൺ ആക്കുന്ന സമയത്തായിരിക്കും ചോദിക്കുന്നത്. കാര്യം അതിൻ്റെ ആ ഒരു നമ്മൾ ഏത് വേർഷനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഫോണുകളിൽ ഏറ്റവും ആദ്യമായിരിക്കും ഈ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡേറ്റ് ഇത്രയും ടൈമിലാണ് അവിടെ നമുക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഏതായാലും ഒരു 2 മണി ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഓക്കെ അടിക്കുന്നു. ഓക്കെ അടിച്ചപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ടൈം ഏതൊക്കെ ഡേറ്റ് ആണ് ഏതൊക്കെ ടൈമാണെന്നുള്ളത് റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരുന്നു. ഈ ഒരു മെസ്സേജും കൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോവേണ്ടത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൈ വിസിറ്റ് ഇൻസ്റ്റൻറ്റ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇതും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ മൈ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെയും ലൊക്കേഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറാണ് ഏറ്റവും ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഈ മൊബൈൽ നമ്പറിലായിരിക്കും നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നത്. അതിനുശേഷം ആ താഴെ കാണുന്ന അതേ അക്കങ്ങൾ ഇവിടെ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ അടിക്കുമ്പോഴേക്കും നമ്മുടെ മൊബൈലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ആ വരുന്ന കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഓപ്പൺ ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന ഇസ്രായേൽ പോസ്റ്റിൻ്റെ ചിഹ്നത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്.
അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഈ താഴെയുള്ള ഒരു നീല കളർ തെളിഞ്ഞു വരും. അപ്പോൾ അവിടെ ഓക്കെ അടിക്കുക. അതിനുശേഷം ഇവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏത് ടൈമിലാണ് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ അത് എപ്രകാരമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡേറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യണമെന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഒരു 3 മണി ഞാൻ ഇന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അഡ്രസ്സ് അടക്കം ഏതൊക്കെയാണ് എന്നാണ് ഡീറ്റെയിൽ ഏത് പോസ്റ്റ് ഓഫീസാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മൾ ബുക്ക് ഇറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തേഴ്സ്ഡേ February 31, 2021 3 PM നമ്മൾ ചെക്ക് ഇൻ ഓർ ആസ്ക്ഡ് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഡൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് മെസ്സേജായിട്ട് വരുന്നതായിരിക്കും. ഈ മെസ്സേജുമായിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോവേണ്ടത്. അവിടെ ചെന്നിട്ട് മെഷീൻ്റെ അടുത്ത് എത്തിയിട്ട് റൈറ്റ് സൈഡിൽ ആദ്യം ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത് ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ താഴെ റെഡ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പച്ച ബട്ടനായ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ടോക്കൺ കിട്ടുന്നതായിരിക്കും. ആ ടോക്കൺ യൂസ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രകാരമാണ് ഓൺലൈനിൽ പോസ്റ്റ് ഓഫീസിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. പോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് നമ്മൾ എഴുതി അറിയിക്കുക. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.